ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 12 വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള OCV മെട്രോ തത്സമയ സംപ്രേഷണത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. നമുക്കറിയാം, ഏതൊരു ക്ഷേത്രങ്ങളിലും എന്ന പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം അന്നദാനമാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇവിടെ എത്തുന്ന ഓരോ ഭക്തജനത്തിനും വളരെ ശുദ്ധമായ രീതിയിൽ വളരെ വൃത്തിയോടുകൂടി അന്നദാനപ്പുര തയ്യാറാക്കി അതിൽ അവർക്ക് വളരെ ശുചിത്വമുള്ള ആഹാരം വിളമ്പാൻ കഴിയുക എന്നുള്ളത് ഒരു ക്ഷേത്ര ഭരണസമിതിയുടെ വിജയത്തിന്റെ പര്യായമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ക്ഷേത്ര മൈതാനിയിൽ നമ്മുടെ അന്നദാന മന്ദിരത്തിൽ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അന്നദാന മന്ദിരത്തിന്റെ മുൻഭാഗത്തായിട്ടാണ്. അതിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ഉള്ള ഒരു അന്നദാനപ്പുരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സാർ. നമ്മുടെ എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ സാറിന് നല്ല പരിചയമുണ്ട്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ മുറിക്കകത്ത് എന്തൊക്കെ തരത്തിലുള്ള ഇപ്പം ഞാൻ കണ്ടു കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സജ്ജീകരണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഈ ക്ഷേത്ര ഭരണസമിതി ഇപ്പോഴത്തെ ക്ഷേത്ര ഭരണസമിതി ചുമതലയേറ്റപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഈ ആവശ്യങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ഉണ്ടായിരുന്നു. അതിൽ ആവശ്യവും അത്യാവശ്യവും തിരിഞ്ഞിരുന്നത് ഓരോ മുൻഗണനാ ക്രമത്തിൽ ചെയ്തു തീർക്കാനുള്ള ആദ്യം ഞങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടായ അന്നദാനം ആ സമയങ്ങളിലൊക്കെ വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലാണ് അന്ന് നടത്തിക്കൊണ്ടിരുന്നത്. അതിന് മുൻഗണന കൊടുത്ത് അവിടെ വേണ്ട ശുചിത്വം പാലിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് കമ്മിറ്റി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ 500 പേർക്കിരുന്ന് കഴിക്കുവാനുള്ള സ്റ്റീൽ ബെഞ്ച്, ഡെസ്ക്, അത്രയും തന്നെ അതിൽ കൂടുതൽ സ്റ്റീൽ പാത്രങ്ങൾ, സ്പൂണ് ഇവയൊക്കെ സജ്ജീകരിച്ചുള്ള അതിമനോഹരമായ ഈ കാണുന്ന സദ്യാലയം ഞങ്ങൾ രൂപപ്പെടുത്തി. അതിൻ്റെ പരിസരങ്ങളിലെല്ലാം മാലിന്യ വിമുക്തമാക്കി. പിന്നെ ഇവിടെ ഈ വഴിപാടിന് പാചകം ചെയ്യുന്നതിനാവശ്യമായ സാധനങ്ങളെല്ലാം സ്റ്റീമിൽ പാചകം ചെയ്യുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കഞ്ഞിയും മുതിരയും പാചകം ചെയ്ത് കൈവച്ച് തൊടാതെ അണുവിമുക്തമായ രീതിയിൽ ഇവിടെ ഇപ്പോൾ കാണാമല്ലോ, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാത്രങ്ങളൊക്കെ തന്നെ ഏകദേശം 105 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള വെള്ളത്തിൽ കഴുകി ഈ പാത്രങ്ങളും സ്പൂണുകളും കഴുകി അവിടെ വെക്കും. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമുള്ള അവർക്ക് വീണ്ടും കഴുകണമെങ്കിൽ കഞ്ഞി കുടിച്ചിട്ട് പാത്രം അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഇത് കഴുകി അത് ഉപയോഗപ്പെടുത്തും. അതുപോലെ തന്നെ ഈ കഞ്ഞിയും മുതിരയിലുള്ള കല്ലുകളും പൊടികളും മാറ്റുന്നതിന് ആവശ്യമായ യന്ത്രങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ മാനുവലായിട്ട് കല്ല് പാറ്റി എത്ര വേർതിരിച്ചാലും കല്ല് മാറാത്തതുകൊണ്ട് അതിനാവശ്യമായ യന്ത്രം ഘടിപ്പിച്ച്